നല്ല സന്ദേശമുള്ള സിനിമയാണ്. നമ്മുടെ സമുദായത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് വളരെ ശക്തമായ സന്ദേശം നൽകുന്നൊരു സിനിമയാണ്. നല്ല സിനിമയാണ്. പടം കുഴപ്പമില്ല, നല്ല പടമാണ്. എന്താ പറയുക, നവാസ്കാട് ഒരു തിരിച്ചു വരവ് പ്രതീക്ഷിക്കാം. പടത്തിലെ എല്ലാവരും ഓൾമോസ്റ്റ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളി, കുഴപ്പമില്ല. Excellent film, excellent acting, excellent story. I love this film too much. പറഞ്ഞല്ലോ, നല്ല പടം. നല്ല അഭിനയം, എല്ലാവരും നവാസും വൈഫും നല്ല സൂപ്പർ. നല്ല അഭിനയ സാധ്യതയുള്ള പടം, സൂപ്പർ പടം. നല്ലൊരു തീമാണ്. ഇന്ന് ആനുകാലിക കാലഘട്ടത്തിൽ സാധാരണക്കാരെ അറിയേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്ത് പച്ചയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പുതിയൊരു തീമാണ്, സൂപ്പർ. നന്നായിട്ടാ, ഗംഭീരം. നല്ല സിനിമയാണ്. ഇപ്പോഴത്തെ തലമുറ കണ്ടിരിക്കേണ്ട കഥയാണ് ആ സിനിമയിലുള്ളത്. അടിപൊളി. രഹനയുടെ വാപ്പയൊക്കെ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സിനിമയാണ്. ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ ഒരുപാട് നല്ല ആശയങ്ങൾ പറയുന്ന ഒരു സിനിമയാണ്. മതപരമായിട്ടുള്ള ചില അനാചാരങ്ങൾക്കെതിരെയൊക്കെയുള്ളൊരു സിനിമയാണ്. പ്ലസ് നമ്മുടെ ലൈഫിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള സ്ട്രഗിള് സംഭവങ്ങളൊക്കെ ഒരു രസമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. നവാസും രഹനൊക്കെ പിന്നെ ഓൾറെഡി ആക്ടേഴ്സാണ്, പക്ഷേ നമുക്കിതുവരെ കാണാത്ത ചില മുഖങ്ങൾ അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പുതിയ ആളുകൾ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. ഞാൻ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. ഞാൻ എന്താ പറയുക, ഒരുപാട് സന്തോഷം. എല്ലാവരും സിനിമ കണ്ടവരൊക്കെ ചേർത്ത് പിടിച്ച് കണ്ണ് തുടച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലൊന്നാണ്. വളരെ റയറാണിങ്ങനെ കിട്ടുകയെന്നുള്ളത്. പെർഫോം ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ റയറായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. ഒരുപാട് സന്തോഷം. ഡയറക്ടർ സിറാജ്, ഇതിൻ്റെ പ്രൊഡ്യൂസർ സലീംക, എല്ലാവരുടെ പ്രത്യേകം നന്ദി, സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഞാനും രഹനയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വ്യക്തമായ കഥാപാത്രങ്ങൾ തരാൻ സന്മനസ് കാണിച്ച എല്ലാവരോടും നന്ദി പറയാം. ഒരുപാട് സന്തോഷം. ഞാൻ നേരത്തെ മൂവി കണ്ടിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഫീലുണ്ട്, സന്തോഷമായി. ഇപ്പം ബാക്കി എല്ലാവരോടും ചോദിക്കും, ഞങ്ങൾ എന്തായാലും ചെയ്തതല്ലേ. ഇത് ഫാദറിലെ രഹനയുടെ വാപ്പയാണ് ഹസനാർ, കൊച്ചിൻ ഹസനാർ. ഞാൻ ആദ്യമായിട്ടാണ് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു റോള് ചെയ്യുന്നത്. വളരെ സംതൃപ്തിയുണ്ട്. പടം നല്ല നന്നായിട്ടുണ്ട്. സോഷ്യൽ റീഫോം നടക്കണമെങ്കിൽ, സാമൂഹ്യ ഒരു നവോത്ഥാനം നടക്കണം എന്നുണ്ടെങ്കിൽ അത് സാമുദായിക പരിഷ്കരണത്തിൽ കൂടി മാത്രമാണ് നടക്കുകയുള്ളൂ. അതിന് ബെറ്റർ ഒരു മെസ്സേജാണ് നൽകിയിരിക്കുന്നത് സിനിമ. അഭിനയം ഇഷ്ടപ്പെട്ടു. ആക്ടിംഗ് ഒക്കെ എല്ലാം നല്ലതായിരുന്നു. സ്വാഭാവികതയുണ്ടല്ലോ. ഇഴ സിനിമ വേറെ ലെവലാണ്. കാരണം ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അഭിലാഷം നല്ലൊരു സിനിമ. ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 2025 ആയാലും നമ്മുടെ പഴയ കാലത്തുള്ള പൂർവികർ അവർക്ക് ഇപ്പോഴും അന്ധവിശ്വാസങ്ങളാണ്. അവരങ്ങനെ ചെയ്യണം, ഇവരിങ്ങനെ ചെയ്യണം. ഞാനൊരു മുസൽമാനാണ്. അപ്പോൾ ഞാനിപ്പോൾ പ്രശസ്തി പറയുന്നില്ല, എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ അന്ധവിശ്വാസങ്ങൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. അത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് നമുക്കിപ്പോൾ രഹനാത്തായ ആണെങ്കിലും അല്ല, രഹനാത്തായ നവാസ്കായ ആണെങ്കിലും നമുക്കിത് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട്, ഇഴ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഈ മെയിനായിട്ട് പറയാനുള്ള സന്ദേശം എല്ലാവരും ഈ പടം കാണണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നിയാസ് എന്നൊരു ഡയറക്ടറാണ്. ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നല്ല സംവിധാനമാണ്. അതുപോലെ കലാഭവൻ നവാസ്ക, രഹനാത്ത ഇവർ രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിരിക്കുകയാണ്. കണ്ണാടിക്കടവത്ത് പോലത്തെ സിനിമകൾ നമ്മൾ കണ്ടാണ് ഇവരുടെ ജോഡി. തിരിച്ച് വന്നിരിക്കുകയാണ് ഈ ജോഡി. വീണ്ടും ഇതുപോലത്തെ സിനിമകൾ വരട്ടെ. അതുപോലെ അജീഷ് കോട്ട, ഒരു മിമിക്രി കലാകാരന്, അദ്ദേഹം നല്ല വേഷം ചെയ്തു. നല്ല ഗാനങ്ങളാണ്, സെൻറ്റിമെൻറ്റ്സ്, ഒരുപാട് സങ്കടം വരുന്ന സീൻസൊക്കെ ഉണ്ട്. ഗംഭീരമായിട്ട് ചെയ്തു. അടിപൊളി, നല്ല സിനിമയാണ്. നല്ല സമൂഹത്തിൽ പറയേണ്ട കാര്യങ്ങളുണ്ടല്ലോ, സമൂഹത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ 25 ന്യൂ ജനറേഷൻ ആയാലും ഈ അന്ധവിശ്വാസം അത് എല്ലാ മതത്തിലും ഒരുപോലെ തന്നെ തീവ്രതയാണ്. ഇപ്പം
ഇപ്പം നമുക്കൊരു വീട്ടിലൊരു പരിപാടി നടന്നു കഴിഞ്ഞാൽ അതിലെ കുത്തുറാത്തീവ് അതാണ് ഇതാണ് മാങ്ങാത്തൊലിയാണെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും വിളിച്ച് നടത്തുന്നുണ്ട്. നമ്മൾ തങ്ങന്മാരെ മോശമാക്കി പറയുന്നല്ല കേട്ടോ, അത് ഈ പടത്തിൽ ശരിക്കും കാണിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ തുറന്ന് ഞാൻ എടുത്തു പറഞ്ഞല്ലോ, ഞാനൊരു മുസൽമാനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഇത് കൊടുക്കുമ്പോൾ ഈ ഒരു സന്ദേശം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അത് എന്തായാലും ഇതിനകത്തുണ്ട്, കാണണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു സന്ദേശമാണ് സിനിമ, നല്ലൊരു സന്ദേശം, കണ്ണ് നിറഞ്ഞു പോയി ശരിക്കും. അതിനകത്ത് നവാസ്കയുടെ ഉമ്മയായിട്ട് അഭിനയിച്ച ആരാന്നറിയില്ല, ആ ആർട്ടിസ്റ്റ് ഗംഭീരമായിട്ട് ചെയ്തു അല്ലേ, ആ ഉമ്മവേഷം ഗംഭീരമായിട്ട് ചെയ്തു നവാസ്കയുടെ ഉമ്മയായിട്ട് അഭിനയിച്ച്. കാരണം ശരിക്കും ആ കഥാപാത്രം നമ്മൾ എന്താ പറയുക സിനിമയാന്ന് തോന്നില്ല, ആ അഭിനയം ഗംഭീരം. ഓരോ വീട്ടിൽ കാഴ്ചപ്പാടിൽ മകൻ കെട്ടിക്കൊണ്ടുവരുന്ന ഭാര്യ, അവർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളും കാര്യങ്ങളും അതില്ലാണ്ട് വരുമ്പോൾ പല വീട്ടിലും പല പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായോ? അത് ഈ സിനിമയിൽ ശരിക്കും കാണിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇത് കാണേണ്ട പടമാണ്, എനിക്ക് അത്ര പറയാനുള്ളൂ. എല്ലാവരും കാണണം, എന്തായാലും എല്ലാവരും കാണുക. നല്ല സിനിമ, നല്ല മൂവി. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പടമുണ്ട്. ഒരു എന്താ പറയുക, ഫാമിലി ഇമോഷണൽ ഡ്രാമ. പിന്നെ നവാസ്കയുടെ പെർഫോമൻസ് ഗംഭീരമാണ്. ഇതിൽ നവാസ്കയുടെ ഫാമിലി മൊത്തം അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ പറയുകയാണെന്ന് വെച്ചാൽ ഒരു ഗ്രാമീണത്തിൻ്റെ വിശുദ്ധിയും പിന്നെ ഒരു മുസ്ലിം ടച്ചും എല്ലാം കൊണ്ട് തന്നെ ഒരു ഉണർവുണ്ട്. പക്ഷേ ഇതിൽ കുഞ്ഞുങ്ങളുണ്ടാകാത്ത സമയത്ത് ഈ പെണ്ണുങ്ങളെ കളിയാക്കുന്നത് അത്ര നല്ലതല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലേ കൊച്ചുണ്ടായില്ലെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ കളിയാക്കുന്നു എനിക്കത്ര നല്ലത് തോന്നുന്നില്ല. കാരണം ഞാനൊരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് നാളെ മക്കൾ ജനിച്ചില്ലെന്ന് പറഞ്ഞ് നമ്മൾ പറയില്ല. നമുക്കതിനെ എന്താ പറയുക, ഒരു മാർഗം കണ്ടെത്തുക. നിങ്ങൾ ഡോക്ടറെ പോയി കാണുക, അത് സോൾവ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ അതിനെ ചൊല്ലി വീട്ടിൽ കലഹം ഉണ്ടാക്കിയ കാര്യമില്ല. നല്ലൊരു മെസ്സേജുള്ള സിനിമയാണ്. കാരണം കഴിഞ്ഞ ദിവസം അൻപത് കൺമണിയിലും ഇത് തന്നെയായിരുന്നു മെസ്സേജ്, അൻപത് കൺമണി. അപ്പോൾ ഇത് ഈ എന്ന് പറഞ്ഞ പടം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജോണറാണ്. പിന്നെ നവാസ്കയുടെ ആദ്യത്തെ ഒരു നായകവേഷമാണെന്ന് തോന്നുന്നു. അത് നല്ല വന്നിട്ടുണ്ട്. പ്രിവ്യൂ ഷോ കണ്ടിറങ്ങിയത് എന്തുകൊണ്ടും നവാസ്കയുടെ ഒരു കരിയർ ഫസ്റ്റ് ആയിരിക്കും നവാസ്ക കയറിയിരിക്കുന്നത്. കാരണം ഒരുപാട് സിനിമകളിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള റോളാണ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു ജീവിത നൗകയുള്ളൊരു നായികയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ എന്നൊരു ക്യാരക്ടർ. സിനിമ Well, I like the film. It is excellent story, excellent acting, excellent directing and producing. The nature is very nice. The story is natural story. And it is about India. You forget this is Muslim, this is Hindu, this is Christian. You forget this one. But this is a region. This is happening over the world. A kind of this thing, a thinking. But the film show us a nice steps, seems like in the life. Humanity. In the end, there is a hope. Nice hope. Nice hope. Yeah, I think this much. I mean, the director, he finished it. Up to here, it was excellent. Excellent. But actors, very excellent actors. Really. I like the film. I love it. Mashallah. Thank you.